ആരാണിപ്പോൾ ലോക മണ്ടൻ? US പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണോ, അതോ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആണോ, അതോ റഷ്യൻ പ്രസിഡന്റ് പുടിനാണോ, അതോ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറാണോ? ആരാണ് ഈ മണ്ടന്മാരിൽ തിരുമണ്ടൻ എന്നറിയാൻ കുറച്ച് കാര്യങ്ങൾ വിലയിരുത്തിയേ പറ്റൂ. അതിന് കാരണമുണ്ട്. എന്താണിപ്പോൾ അമേരിക്ക പറയുന്നത്? ഉക്രൈന് ഇനി മുതൽ സൈനിക സാമ്പത്തിക സഹായം നൽകില്ല എന്നത്. പക്ഷേ ഇത് ഏറ്റവും പുതിയൊരു വാർത്തയല്ല, ഇതൊരു പഴഞ്ചൻ വാർത്തയായി കഴിഞ്ഞു. കാരണം എന്താണ്? ഈ തീരുമാനത്തെ അംഗീകരിച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി രംഗത്തെത്തിയത്. അമേരിക്ക പറയുന്ന എന്ത് കാര്യവും ചെയ്തു കൊള്ളാമെന്നും സമാധാന ശ്രമങ്ങൾക്കായി തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയത്. ഇതറിഞ്ഞ ഉടനെ തന്നെ കെയർ സ്റ്റാമർ, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ സെലൻസ്കിയെ വിളിച്ചു ചോദിച്ചു എന്താണ് നിലപാടെന്ന്. ഈ നിലപാട് തന്നെയാണ് സെലൻസ്കി ആവർത്തിച്ചത്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ ശരിയാകുമെന്ന സ്റ്റാമർ ഉടൻ തന്നെ ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചു എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ. ട്രംപിൻ്റെ നിലപാടെന്താണ്? ഉക്രൈൻ തങ്ങളുടെ ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് കൈമാറുക, അമേരിക്ക ആവശ്യപ്പെടുന്ന ഭൂമി ഉക്രൈനിൽ സൈനിക കേന്ദ്രം സ്ഥാപിക്കാൻ വിട്ടു നൽകുക, റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുക. ഈ മൂന്നാമത് പറഞ്ഞ റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ 1ഉം 2ഉം ആവശ്യങ്ങൾ സെലൻസ്കിയും ഉക്രൈനും അംഗീകരിച്ചാൽ അമേരിക്ക സഹായിക്കാം, പരിപൂർണമായും സമ്മതിപ്പിക്കാം റഷ്യയെ കൊണ്ട് എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വാഗ്ദാനം. ഇതിലിപ്പോൾ കെയർ സ്റ്റാമറും തൃപ്തനാണ്. അപ്പോൾ ഒരു യുദ്ധം നടക്കുമോ എന്നതിലല്ല, ഇതെല്ലാം UK പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപുമൊക്കെ പുടിനുമൊക്കെ ചേർന്ന് പ്ലാൻ ചെയ്ത ഒരു തന്ത്രം പോലെ തോന്നുന്നു. ഉക്രൈൻ എന്ന ചെറു രാജ്യത്തെ കഴിഞ്ഞ 3-4 വർഷമായി റഷ്യ എന്ന ലോകശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന, നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ഉക്രൈൻ എന്ന രാജ്യത്തെയും ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുമൊക്കെ ഇടിച്ചു കാട്ടാനും തഴന്താഴ്ത്താനും അടിയർ പറയിപ്പിക്കാനുമൊക്കെ UK പ്രധാനമന്ത്രിയും US പ്രസിഡൻറ്റും റഷ്യൻ പ്രസിഡൻറ്റും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു ലോക കളി, ഒരു വേൾഡ് ഗെയിം എന്നേ ഇതിനെ പറയാൻ പറ്റുകയുള്ളൂ. അതിന് കാരണമുണ്ട്. ഇനി പറയാം, അല്ലെങ്കിൽ ഇനി ചോദിക്കാം, അമേരിക്കയാണോ മണ്ടൻ, അതോ ഉക്രൈനാണോ, അതോ റഷ്യയാണോ എന്ന്. അതിനൊരു കാരണമുണ്ട്. അതിന് നമ്മൾ 2015 തിരിഞ്ഞു നടക്കണം. 20 വർഷം മുമ്പാണ് അമേരിക്കൻ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം താലിബാനെ വേരോടെ തൂത്തെറിയാൻ അഫ്ഗാനിസ്ഥാനിൽ നാറ്റോ, അതായത് നാറ്റോ എന്ന് പറഞ്ഞാൽ അമേരിക്ക തന്നെയാണ് പ്രധാനമായും, നാറ്റോ സഖ്യകക്ഷികൾ ഒരു യുദ്ധം അഴിച്ചുവിട്ടത്. അന്നത്തെ താലിബാൻ സർക്കാർ അന്ന് താലിബാൻ തീവ്രവാദികൾക്ക് എതിരായിരുന്നു. വളരെ എളുപ്പമായിരുന്നു നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും താലിബാൻ സർക്കാരിൻ്റെ വിശ്വാസം നേടിയെടുക്കാനും അഫ്ഗാനിസ്ഥാനിൽ സ്വന്തം ബേസ് ക്യാമ്പ് തുടങ്ങുവാനും. അങ്ങനെ സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങി. 2015 അവർ നാറ്റോ അമേരിക്കൻ കമാൻഡോസ് ഒരു തീരുമാനമെടുത്തു, ഒരു പുതിയ ഫോഴ്സ് ഉണ്ടാക്കുക, ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി അസിസ്റ്റൻസ് ഫോഴ്സ്. ആരാണിതിലെ കമാൻഡോസ്? അഫ്ഗാൻ സൈന്യത്തിലെ ചുണക്കുട്ടികളായ പോരാളികളായിരുന്നു ഈ സൈന്യത്തിലുണ്ടായിരുന്നത്. ഇവരെ കമാൻഡോ യുദ്ധമുറകൾ പരിശീലിപ്പിക്കുക, ഏറ്റവും പുതിയ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു നാറ്റോയുടെയും പ്രത്യേകിച്ച് അമേരിക്കൻ കമാൻഡോ ഓപ്പറേഷൻ വിങ്ങിൻ്റെയും ശ്രമങ്ങൾ. അങ്ങനെ 10,000 പേരടങ്ങുന്ന ഒരു കമാൻഡോ സംഘമായി അമേരിക്ക അഫ്ഗാൻ പൗരന്മാരെ വളർത്തിയെടുത്തു. അവർ അപ്പോൾ ജോലി ചെയ്യുന്നത് അന്നത്തെ അഫ്ഗാൻ സർക്കാരിനൊപ്പമായിരുന്നു. 2020 ആയപ്പോഴേക്കും നാറ്റോയും അഫ്ഗാൻ സർക്കാരും ഒരു തീരുമാനമെടുത്തു. നാറ്റോ സഖ്യകക്ഷികൾ പതിയെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറണമെന്ന്. അപ്പോൾ അമേരിക്ക പരിശീലിപ്പിച്ചെടുത്ത കമാൻഡോസ് ആയിരിക്കും അവിടുത്തെ പ്രധാനമായും താലിബാൻ സർക്കാരിൻ്റെ സുരക്ഷാ ചുമതല നോക്കുക. അങ്ങനെ 2021 നാറ്റോ വിദേശകാര്യമന്ത്രിമാർ ചേർന്നൊരു തീരുമാനമെടുത്തു അഫ്ഗാനിൽ നിന്നും പിന്മാറാനായിട്ട്. 1,50,000 പേരെയാണ് അന്ന് അവിടെ നിന്നും ഒഴിപ്പിച്ചത്. ആ പലായന സമയത്ത് ശരിക്കും അമേരിക്കയുടെ പലായനമായിരുന്നു അഫ്ഗാനിൽ നിന്നും. കാരണം താലിബാൻ തീവ്രവാദികൾ സർക്കാരിനെ മറിച്ച് താഴെയിട്ടു.
തലസ്ഥാനം പിടിച്ചെടുത്തു. അവർ കാബൂൾ വിമാനത്താവളത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അമേരിക്കൻ സേന അവിടുത്തെ സിവിലിയന്മാരെയും കൊണ്ട് രക്ഷപ്പെട്ടു. ഈ നാടുകടത്തിയ 1,00,000 സിവിലിയന്മാരിൽ 2,000-ഓളം പേർ ഈ അമേരിക്ക പരിശീലിപ്പിച്ച പ്രത്യേക കമാൻഡോസ് ആയിരുന്നു. ബാക്കി കമാൻഡോസ് എങ്ങോട്ട് പോയി? അവർ അതിനകം തന്നെ ഇറാനിലേക്ക് പോയി കുടുംബവുമായിട്ട്. 1000-ഓളം കമാൻഡോസ് UK സർക്കാരിൻ്റെ അഭ്യർത്ഥന മാനിച്ച് കുടുംബസമേതം UK കുടിയേറി. ഇപ്പോൾ അവിടെ അവസ്ഥ എന്തായി? ആഴ്ചകൾക്ക് മുമ്പാണ് കെയർ സ്റ്റാമർ സർക്കാർ തീരുമാനമെടുത്തത് അഫ്ഗാനിൽ നിന്നും UK വന്ന സ്പെഷ്യൽ കമാൻഡോസിന് രാജ്യത്ത് അഭയാർത്ഥി പരിഗണന പോലും നൽകേണ്ടതില്ല എന്ന്. അവരിപ്പോഴും UK അസൈലങ്ങളിൽ തുടരുകയാണ്. അത്ര ഗതികേടിലായി അവരുടെ അവസ്ഥ. അപ്പോൾ അവിടെ ചതിച്ചത് UK. ഇനി ഇറാനിലേക്ക് പലായനം ചെയ്ത അഫ്ഗാൻ കമാൻഡോകളുടെ കാര്യമെടുക്കാം. ഇവരുമായി വിലപേശിയത് എപ്പോഴാണെന്നറിയാമോ? ആരാണെന്നറിയാമോ? റഷ്യ. ഉക്രൈനുമായുള്ള യുദ്ധസമയത്ത് 4 വർഷം മുമ്പാണ് റഷ്യൻ സൈന്യം ഇവരുമായി വിലപേശൽ ആരംഭിച്ചത്. $1,500 മുതൽ $2,000 വരെ പ്രതിമാസ വേതനത്തിന് ഇവരെ കമാൻഡോ സംഘത്തിൽ ജോലിക്കെടുത്തു കൊള്ളാമെന്ന് റഷ്യ ഉറപ്പ് നൽകി. അങ്ങനെ ഇപ്പോൾ കിട്ടിയ അസോസിയേറ്റ് പ്രസ് അടക്കം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ആ സമയത്ത് 4 വർഷം മുമ്പ് റഷ്യയുടെ പ്രത്യേക സേനാ വിഭാഗത്തിലേക്ക് മാറിയത് ഏതാണ്ട് 1000-ഓളം അഫ്ഗാൻ കമാൻഡോസാണ്. റഷ്യയ്ക്ക് ഉക്രൈനിൽ യുദ്ധം ചെയ്യാൻ പ്രത്യേക കമാൻഡോസിന് ആവശ്യമായിരുന്നു. ഒരു ഭാഗത്ത് അമേരിക്കൻ കമാൻഡോസും അമേരിക്കൻ സൈന്യവും അല്ലെങ്കിൽ അമേരിക്ക നൽകിയ യുദ്ധ ഉപകരണങ്ങളും ഉപയോഗിച്ച് ഉക്രൈൻ റഷ്യക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ, മറുഭാഗത്ത് അമേരിക്ക തന്നെ 2015 മുതൽ പരിശീലിപ്പിച്ച അഫ്ഗാൻ കമാൻഡോസ് റഷ്യയ്ക്ക് വേണ്ടി ഉക്രൈനെ കീഴടക്കാനായിട്ട് കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരടങ്ങുന്ന ഗ്രൂപ്പാണ് ശരിക്കും വാഗ്നർ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. ഏത് കൊല്ലിനും കൊലയ്ക്കും മടിയില്ലാത്ത ഒരു വിഭാഗം, അതായിരുന്നു റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലേക്കാണ് ഈ ഇറാനിൽ നിന്നുള്ള അഫ്ഗാൻ കമാൻഡോസിനെ ചേർത്തത്. എന്നിട്ടിപ്പോൾ എന്തായി? അഫ്ഗാനിലും US പരീക്ഷിച്ച അതേ തന്ത്രം അവർ ഉക്രൈനിലെ സേനയ്ക്ക് മുമ്പിൽ പരീക്ഷിച്ചിരുന്നു. അവിടെയും കുറേ കമാൻഡോസിനെ പരിശീലിപ്പിച്ചു. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്തായി? അവരെയും അമേരിക്ക കൈവിട്ടിരിക്കുന്നു. അപ്പോൾ അഫ്ഗാനിൽ അമേരിക്കയ്ക്കും നാറ്റോ സഖ്യകക്ഷികൾക്കും പാളിപ്പോയ അതേ യുദ്ധ പ്രതിരോധ തന്ത്രങ്ങൾ അതിവിടെ ഉക്രൈനിലും പാളിപ്പോയിരിക്കുന്നു. എന്നിട്ടും ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നു. പക്ഷേ ഉക്രൈൻ അറിയാം തങ്ങളെ റഷ്യയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ശ്വാസം മുട്ടിക്കുമെന്ന്. കാരണം കൂടെ നിന്ന് ചതിച്ചത് മറ്റാരുമല്ല, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അടക്കമുള്ളവർ തന്നെയാണെന്ന് ഇപ്പോൾ സെലൻസ്കിക്ക് വ്യക്തമാകുന്നു. ഒരു ഭാഗത്തു കൂടി സ്റ്റാമർ സെലൻസ്കിക്ക് ഉറപ്പ് നൽകുന്നു തങ്ങൾ കൂടുതൽ സൈന്യത്തെ അയക്കുമെന്ന്. എന്ത് കാരണത്താൽ? നേരത്തെ തന്നെ UK മുൻ സൈനിക മേധാവികൾ പ്രഖ്യാപിച്ചിരുന്നു ഉക്രൈനെ സഹായിക്കാൻ UK സൈന്യത്തിന് അത്ര കഴിവ് പോരാ എന്ന്. 2 ആഴ്ച മുമ്പാണ് ആ ഒരു പ്രഖ്യാപനം വന്നത്. എന്നിട്ടും യൂറോപ്യൻ സഖ്യകക്ഷികളടക്കം ഉക്രൈനെ സഹായിക്കാൻ സൈന്യത്തെ അയക്കണമെന്ന് സ്റ്റാമർ പറയുമ്പോൾ ആ ചിലവ് ആര് വഹിക്കും എന്നതിനെ ചൊല്ലി ഫ്രാൻസും ജർമ്മനും ഒക്കെ ഭിന്നിച്ച് മാറി നിൽക്കുകയാണ്. എന്തായാലും സ്റ്റാമറിൻ്റേത് വെറും പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്ന് ഏവർക്കും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഉക്രൈനിൽ സ്റ്റാമറിൻ്റെ കളികളും ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ആ നിർദ്ദേശങ്ങൾ, ആവശ്യങ്ങളിൽ സമ്മതം മൂളാൻ തയ്യാറായിരിക്കുന്നതും. എന്തായാലും 1-2 ദിവസത്തിനകം ഉക്രൈനിലെ ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൈമാറുന്നതിനുള്ള ഉത്തരവിൽ ഒപ്പുവയ്ക്കും. ഇതുതന്നെയായിരുന്നു റഷ്യയുടെ ലക്ഷ്യങ്ങളിലൊന്നും, ഉക്രൈനിലെ ധാതു സമ്പത്ത്. അത് നേടാൻ തന്നെയായിരുന്നു ഉക്രൈൻ പിടിച്ചെടുക്കാൻ റഷ്യ ശ്രമിച്ചത്. പക്ഷേ റഷ്യയും കടത്തി വെട്ടിക്കൊണ്ട് ലോക പ്രമാണിയായി മാറിയ സർവശക്തനായി ഇപ്പോൾ തുടരുന്ന ഡൊണാൾഡ് ട്രംപ് ഉക്രൈനെ കൊണ്ട് തന്നെ ആ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ എല്ലാം ഒരുക്കി തയ്യാറാക്കിയിരിക്കുന്നു. അപ്പോഴെന്താണ് സംഭവിക്കുക? ഒന്നുകിൽ ഉക്രൈന് അമേരിക്കയുടെ വാദങ്ങൾക്കും ആവശ്യങ്ങൾക്കും മുന്നിൽ അടിയറവ് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു അവസാന ശ്രമമെന്ന നിലയിൽ എരുതി നാളമെന്നതുപോലെ
റഷ്യക്കെതിരെയും അമേരിക്കയ്ക്കെതിരെയും ഒക്കെ പ്രതിരോധിക്കേണ്ടി വരും. കാരണം ഇനി അങ്ങോട്ട് ഒരു സൈനിക സഹായവും കൈമാറില്ല എന്ന് അമേരിക്ക ഉക്രൈനോടും യൂറോപ്യൻ രാജ്യങ്ങളോടും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്ത് വന്നാലും നഷ്ടം യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ്. കാരണം ഉക്രൈനും യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ടൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെയാണ് ഈ US-ൻ്റെയും റഷ്യയുടെയും ഉക്രൈൻ അധിനിവേശത്തിൻ്റെ എല്ലാ തിക്തഫലങ്ങളും അനുഭവിക്കേണ്ടി വരിക. ഇപ്പോഴത്തെ ചോദ്യം, അവസാന യുദ്ധത്തിൽ ഉക്രൈൻ അടിപതറുമോ എന്നാണ്. US-ൻ്റെ പുതിയ ആയുധങ്ങൾ നിരോധിച്ചു കൊണ്ടുള്ള തീരുമാനം ഉക്രൈനെ വളരെ ഗുരുതരമായി തന്നെ ബാധിക്കും. ഒരു കാര്യം ഉറപ്പാണ്, US-ൻ്റെ സഹായമില്ലാതെ ഇപ്പോഴുള്ള യുദ്ധത്തെ നയിക്കാൻ ഉക്രൈൻ സൈന്യത്തിന് ഏറെ ബുദ്ധിമുട്ടാണ്. സൈനിക സഹായം മുടങ്ങുന്നതോടെ ഉക്രൈൻ യുദ്ധമുഖത്ത് പ്രതിരോധത്തിലാകുമെന്നതിൽ ഒരു സംശയവുമില്ല. സൈനിക ഉപകരണങ്ങളുടെ വിതരണമടക്കം അമേരിക്ക നിർത്തലാക്കിയിരിക്കുന്നു. ജോ ബൈഡൻ്റെ കാലത്ത് $65 ബില്യൺ സൈനിക സഹായമാണ് വിവിധ ആയുധങ്ങൾ കൈമാറുക വഴി US ഉക്രൈന് നൽകിയിരുന്നത്. എന്നാൽ പുതിയ ഭരണകൂടം വന്ന ശേഷം ട്രംപ് ഒരു നയ പൈസയുടെ സഹായം പോലും നൽകിയിട്ടില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസിൻ്റെ കണക്ക് പ്രകാരം $182.8 ബില്യൺ സഹായം ഇതുവരെ അമേരിക്കയിൽ നിന്നും ഉക്രൈൻ ലഭിച്ചെന്നാണ് കണക്കുകൾ. എന്താണ് അവയൊക്കെ? ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിലൊന്നായ റഷ്യക്കെതിരെ പ്രതിരോധിക്കാൻ എടുത്തു പ്രയോഗിക്കാൻ ഉക്രൈൻ കമാൻഡർമാർക്ക് ആവശ്യമായ ആയുധ സംവിധാനങ്ങൾ, പരിശീലനം, രഹസ്യ അന്വേഷണം എന്നിവ നൽകുന്നതിനാണ് ഈ $182 ബില്യൺ ഭൂരിഭാഗവും ചെലവഴിച്ചത്. ആയുധങ്ങളിൽ ജാവലിൻ ആൻറ്റി ആർമർ സിസ്റ്റം, സ്റ്റിങ്ങർ ആൻറ്റി എയർക്രാഫ്റ്റ് സിസ്റ്റം, 300 കിലോമീറ്റർ ദൂരപരിധിയുള്ള ATACMS മിസൈലുകൾ എന്നിവ അമേരിക്ക നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഉക്രൈൻ കൃത്യമായി റഷ്യൻ വിമാനങ്ങൾക്കെതിരെയുമൊക്കെ പ്രയോഗിച്ച് വിജയം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ അമേരിക്കയുടെ F-16 യുദ്ധവിമാനങ്ങളും ഉക്രൈനിലുണ്ട്. ഈ സഹായങ്ങളൊക്കെ മുടങ്ങും. F-16 യുദ്ധവിമാനങ്ങൾ അമേരിക്ക തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഇതോടെ ഉക്രൈൻ യുദ്ധത്തിൽ അടിപതറുമെന്ന് സെലൻസ്കിക്ക് ഉറപ്പാണ്, മറ്റാർക്ക് സംശയമുണ്ടെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇനി ജോ ബൈഡൻ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം മറന്ന് പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അതെല്ലാം അംഗീകരിച്ച് കരാറിലൊപ്പിട്ട് യുദ്ധം അവസാനിപ്പിച്ച് തൻ്റെ ജനതയെ സുരക്ഷിതമാക്കുക എന്നൊരൊറ്റ പോംവഴി, ഒരൊറ്റ മാർഗം മാത്രമാണ് ഇപ്പോൾ സെലൻസ്കിക്ക് മുന്നിലുള്ളത്. അപ്പോഴും ചോദ്യം അവശേഷിക്കുന്നു, നീണ്ട 20 വർഷം അഫ്ഗാൻ പോരാളികളെ, സ്പെഷ്യൽ കമാൻഡോസെ പരിശീലിപ്പിച്ചെടുത്ത അമേരിക്ക, ഉക്രൈൻ സൈന്യത്തെ തങ്ങളുടെ ആയുധങ്ങൾ പ്രയോഗിക്കാനും ഉപയോഗിക്കാനും ഒക്കെ വളരെ വിജയകരമായി പരിശീലിപ്പിച്ചെടുത്ത അമേരിക്ക, ഈ അമേരിക്ക പരിശീലിപ്പിച്ച വിവിധ സേനാ വിഭാഗങ്ങൾ ഉക്രൈനിലും അഫ്ഗാനിലുമൊക്കെ ഇപ്പോൾ തുടരുന്നു. അവർ ഇറാനിലുണ്ട്, റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പിലുമുണ്ട്. അപ്പോൾ എന്താകും ഉക്രൈൻ്റെ അവസ്ഥ എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ചോദ്യം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.